എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് മാസം PSC പരീക്ഷകൾ ഒരുപാടൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. 10th ലെവൽ മെയിൻസ് ആയാലും ശരി, ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണെങ്കിലും ഇപ്പം ഏപ്രിൽ അവസാനം അല്ലെങ്കിൽ മെയ് ആദ്യമായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാൻ പറ്റുന്ന മാസം ഏതാണ് നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കണം. ഈ മാസം മാർച്ചാണ് ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടുതൽ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാസമാണ് ചെയ്യേണ്ടത്. അടുത്ത മാസം എന്ന് പറയുന്നത് ഇതിൽ ടെൻഷനായിരിക്കും, റിവിഷൻ കൂടുതൽ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആക്ച്വലി മാർച്ച് എന്ന് പറഞ്ഞ മാസം വളരെ ക്രിട്ടിക്കലാണ്. കാരണം ഇതാണ് എന്തെങ്കിലും കൂടുതൽ ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന മാസം. ടെൻഷൻ ഫ്രീ ആയിട്ട് ഈ മാസം പഠിക്കാൻ പറ്റും. അടുത്ത മാസം മുതൽ നമ്മൾ റിവിഷൻ്റെ തിരക്കിലായിരിക്കും. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് പൊതുവേ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ടെൻഷൻ കൂടും. അപ്പോൾ റിവിഷൻ ചെയ്യേണ്ട ഒരുപാട് പോർഷൻസ് ഉണ്ടാവും. നമ്മൾ ഒരു പ്രാവശ്യം റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടതാണ്. കാര്യങ്ങൾ പഠിച്ചതൊക്കെ റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടതാണ്. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉള്ള പരീക്ഷയ്ക്കുള്ള ഏറ്റവും നല്ല പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മാസം തന്നെയാണ്, മാർച്ച് തന്നെയാണ്. കാരണം അതാവുമ്പോൾ കുറേയും കൂടി മനസ്സിരുത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഈ കൗണ്ട് ഡൗൺ കൂടുന്നതോടുകൂടി 10 ദിവസമേ ഉള്ളൂ, 5 ദിവസമേ ഉള്ളൂ, അവസാനത്തെ 30 ദിവസമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് ഈ മാസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. അടുത്ത മാസം എന്ന് പറയുന്ന റിവിഷന് വേണ്ടി മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം ടേബിൾ ഉണ്ടാവും എന്നറിയാം, എന്നാലും ഒരു റിമൈൻഡർ എന്ന രീതിയിൽ പറഞ്ഞതാണ്. കാരണം പരീക്ഷകൾ വന്നു തുടങ്ങിയാൽ പിന്നെ പ്രിപ്പറേഷൻ ഇത്തിരി ബുദ്ധിമുട്ടാവും, നമുക്കൊരു ടെൻഷൻ ഫേസ് ഉണ്ടാവും. മാക്സിമം റീകളക്ട് ചെയ്യുക, മാക്സിമം റിവൈസ് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ വീക്കർ സെക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കൂടുതൽ വീക്ക് പോയിൻറ്റ്സ് മനസ്സിലാക്കി അത് കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.